2026 പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്ന പ്രശംസയുമായി യൂസഫ് അലിയും മന്ത്രി സജി ചെറിയാനും. മുഖ്യമന്ത്രി വേദിയിലിരുത്തിയായിരുന്നു പ്രശംസ. അതേസമയം ഇഡി നോട്ടീസിന് പിന്നാലെ കിഫ്ബിയുടെ നേട്ടങ്ങൾ എണ്ണി പറയാൻ മുഖ്യമന്ത്രി വേദി വിനിയോഗിച്ചു. എന്നാൽ ഇഡിയുടെ നോട്ടീസിനെ കുറിച്ച് പരാമർശിക്കാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ദുബായിലെ പ്രസംഗത്തിൽ പ്രധാനമായും കിഫ്ബിയെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത്. സാധാരണ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രസംഗത്തിലൊക്കെ കിഫ്ബി അവസാനമാണ് കടന്നു വന്നിരുന്നത്. പക്ഷേ ദുബായിൽ ഇവിടെ കിഫ്ബിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആരംഭിച്ചത്. കിഫ്ബിയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ മസാല ബോണ്ടിൽ ഇഡിയുടെ നോട്ടീസ് ലഭിച്ച ദിവസം ഇഡിയുടെ പേര് പറയുന്നില്ല, മറിച്ച് ഈ കിഫ്ബി വഴി സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഏതാണ്ട് 96,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി നടപ്പാക്കി. അതിൽ തന്നെ ദേശീയപാത വികസനത്തിന് വേണ്ടി ഏതാണ്ട് 4,600 കോടി രൂപ കിഫ്ബി വഴി ചെലവിട്ടെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. മറ്റ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് സംസ്ഥാനത്തുണ്ടായിട്ടുള്ള വികസന നേട്ടങ്ങളൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത്. പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് നേരത്തെ 90,000 കോടി രൂപയിൽ പരം രൂപ കിഫ്ബി മുഖേന കേരളം ചെലവിട്ടിരിക്കുന്നു. ഇതുവരെ നേരത്തെ പറഞ്ഞ 44,000 കൂടി ചേർത്താൽ ഏകദേശം 1.5 ലക്ഷം കോടിയോളം രൂപ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി നമ്മുടെ നാട്ടിൽ ഈ 10 വർഷക്കാലം കൊണ്ട് ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് 2016 ശേഷം 21-ലെത്തിയപ്പോൾ ഒരു തുടർ ഭരണം ലഭിച്ചു. ആ തുടർ ഭരണം കൊണ്ട് സംസ്ഥാനത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇനി അടുത്ത 2026 സംസ്ഥാനത്ത് തുടർ ഭരണം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയും മുഖ്യമന്ത്രിയായി തന്നെ മടങ്ങി വരാനുള്ള സാഹചര്യം എനിക്ക് രാഷ്ട്രീയം അറിയില്ല കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മളെപ്പോഴും ഈ രാജ്യങ്ങളിൽ വരുമ്പോൾ സ്നേഹവും ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കേണ്ടവരാണ്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നാലും ശരി, വേറൊരു രാജ്യങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരുമ്പോഴും അതേ സ്നേഹവും ബഹുമാനവും ആദരവും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നാലും ഇതേ ബഹുമാനവും ആദരവുമാണ് നമ്മളെപ്പോഴും കൊടുക്കേണ്ടത്. മറ്റൊന്നും ലോക കേരള സഭ പരാമർശിച്ചു പോകുന്നുണ്ട്. ലോക കേരള സഭ പലപ്പോഴും പലരും അതിനെ എതിർക്കുകയോ ബഹിഷ്കരിക്കുകയോ ചെയ്തിരുന്നു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല, ആ ബുദ്ധിമോശം അവർ കാണിക്കില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പ്രവാസി ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചും എടുത്ത് പറയുന്നുണ്ട്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വിളിവിട്ട മാതൃഭൂമി ന്യൂസ്.